ഇത്രയും ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവരെല്ലാവരും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും ഗംഭീര ഫിലിം മേക്കേഴ്സാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും. അത് ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും ആൾക്കാരുടെ കൂടെ ഇവിടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത്. അത് ഭയങ്കര അപൂർവമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ. അപ്പോൾ അവരെല്ലാവരും പേഴ്സണലി എന്നെ സ്വാധീനിച്ചിട്ടുള്ള മനുഷ്യന്മാരാണ്, എല്ലാ ഡയറക്ടേഴ്സും. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചകളും എൻ്റെ അനുഭവങ്ങളും പിന്നെ ഞാൻ ഈ അനുഭവം അല്ലാതെ അതിന് മുമ്പോട്ടുള്ള എൻ്റെ അനുഭവങ്ങളും കാഴ്ചകളും കൂടി അതിനെ വ്യത്യസ്തപ്പെടുത്തുന്നുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. സിനിമ ഞാനിപ്പോൾ കാണുന്നതിൽ നിന്നും വലുതാണ് എന്ന് എപ്പോഴും തോന്നലുണ്ടായിരുന്നു. എല്ലാ സമയത്തും ഇപ്പോൾ ഈ കണ്ടതല്ല, ഇതിനേക്കാളും വലുതാണ് ഇത് എന്നുള്ളൊരു തോന്നലേ എപ്പോഴും ഉണ്ടായിരുന്നു. ആ തോന്നലായിരിക്കും ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചതെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ മനഃപൂർവ്വം ഇങ്ങനെ എല്ലാം വ്യത്യസ്തമായിരിക്കണം എന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഇങ്ങനൊരു കഥയും സിനിമയായി പറയാമല്ലോ എന്നുള്ളൊരു ചിന്ത എപ്പോഴും നമുക്കുണ്ടായിരുന്നു. അത് നമ്മൾ ആദ്യം മുതലേ കഥ ഉണ്ടാക്കി തുടങ്ങിയ സമയത്ത് മുതലേ ഞങ്ങൾ അതിന് പഴിയും കേട്ടിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന പോലെ എന്തെങ്കിലും പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചിരുന്നു. ആക്ച്വലി മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അത് പറയുന്ന അതിൻ്റെ ഒരു രീതിയൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത്. നമ്മൾ കാണാത്തടത്തു നിന്നൊന്നും കൊണ്ടുവരുന്നതല്ല, ഇതൊക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു രീതി വ്യത്യാസപ്പെട്ടിരിക്കും. അത്രയാണ് എനിക്ക് തോന്നുന്നത്.